പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഈ സീരീസിൽ നമ്മൾ അയൺമാൻ 2008 മുതൽ ഫന്റാസ്റ്റിക് ഫോർ 2025 വരെയുള്ള എല്ലാ കഥകളും ഒരുമിച്ച് ചേർത്ത് പറയാൻ പോകുകയാണ്. ഓരോ സിനിമയും ഓരോ നായകനും ഓരോ ത്യാഗവും എല്ലാം ഒരു കഥ പോലെ ഇവിടെ വിശദീകരിക്കുന്നു. കംപ്ലീറ്റ് MCU സ്റ്റോറി എക്സ്പ്ലെയിൻഡിലേക്ക് സ്വാഗതം. നമുക്ക് തുടങ്ങാം. പാർട്ട് 1 റൈസ് ഓഫ് ഹീറോസ് 2008 to 2012. നമ്മുടെ കഥ തുടങ്ങുന്നത് 2008 അയൺമാനിലൂടെയാണ്. കോടീശ്വരനായ ആയുധ നിർമ്മാതാവ് ടോണി സ്റ്റാർക്ക് തീവ്രവാദികളുടെ പിടിയിലാകുന്നു. ഒരു ഗുഹയ്ക്കുള്ളിൽ വെച്ച് അയാൾ ആദ്യത്തെ അയൺമാൻ സ്യൂട്ട് നിർമ്മിക്കുന്നു. അത് അയാളുടെ ജീവിതം എന്നേക്കുമായി മാറ്റി എഴുതുന്നു. അതേ വർഷം തന്നെ നമ്മൾ ഇൻക്രെഡിബിൾ ഹൾക്കിൽ ബ്രൂസ് ബാനറിനെ കണ്ടുമുട്ടുന്നു. ഒരു പരീക്ഷണം പാളിപ്പോയതിനെ തുടർന്ന് അയാൾ ഒരു ഭീകരജീവിയായി മാറുകയും ഗവൺമെന്റിനാൽ വേട്ടയാടപ്പെടുകയും ചെയ്യുന്നു. 2 വർഷത്തിന് ശേഷം ടോണി അയൺമാൻ 2 തിരികെ എത്തുന്നു. അവിടെ വിപ്ലാഷുമായി പോരാടുകയും നതാഷ റോമനോഫ് ബ്ലാക്ക് വിഡോയെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. 2011 പുറത്തിറങ്ങിയ തോറിൽ ഇടിമിന്നലിന്റെ ദൈവം ഭൂമിയിലേക്ക് നാടുകടത്തപ്പെടുന്നു. അവിടെ വെച്ച് വിനയം പഠിക്കുകയും തന്റെ സഹോദരനായ ലോകിയിൽ നിന്ന് മനുഷ്യരാശിയെ രക്ഷിക്കുകയും ചെയ്യുന്നു. അതേസമയം ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവഞ്ചറിൽ നമ്മൾ സ്റ്റീവ് റോജേഴ്സിനെ കണ്ടുമുട്ടുന്നു. 2ാം ലോക മഹായുദ്ധകാലത്ത് മെലിഞ്ഞ ശരീരമുള്ള ഒരു സാധാരണ സൈനികൻ എങ്ങനെ ക്യാപ്റ്റൻ അമേരിക്കയായി മാറുന്നുവെന്ന് ഈ സിനിമ കാണിക്കുന്നു. അയാൾ റെഡ് സ്കളിനെ തോൽപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു മഞ്ഞുമലയിൽ തകർന്നു വീണ് പതിറ്റാണ്ടുകളോളം തണുത്തുറഞ്ഞ അവസ്ഥയിൽ കഴിയുന്നു. ഇവയെല്ലാം 2012 ദി അവഞ്ചേഴ്സ് എന്ന സിനിമയിലേക്ക് നയിക്കുന്നു. ലോകി അന്യഗ്രഹ സൈന്യവുമായി ഭൂമിയെ ആക്രമിക്കുന്നു. ആദ്യമായി ഭൂമിയുടെ ഏറ്റവും ശക്തരായ നായകന്മാർ അയൺമാൻ, ക്യാപ്റ്റൻ അമേരിക്ക, തോർ, ഹൾക്ക്, ബ്ലാക്ക് വിഡോ, ഹോക്കൈ മൈനസ് ഒരുമിച്ച് നിൽക്കുന്നു. അവർ ന്യൂയോർക്കിനെ രക്ഷിക്കുന്നു. എന്നാൽ അതിദൂരെ ഭ്രാന്തൻ ടൈറ്റൻ താനോസ് ഭൂമിയിലെ ഈ നായകന്മാരെക്കുറിച്ച് അറിയുന്നു. പാർട്ട് 1 അവസാനിക്കുന്നത് അവഞ്ചേഴ്സ് ഒന്നിച്ചുകൊണ്ട്, പക്ഷെ പ്രപഞ്ചം അവരെ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു എന്ന സന്ദേശത്തോടെയാണ്. പാർട്ട് 2 ദി ഇൻഫിനിറ്റി സാഗ 2013 മുതൽ 2019 വരെ. ന്യൂയോർക്ക് ആക്രമണത്തിന് ശേഷം നായകന്മാർ പുതിയ വെല്ലുവിളികൾ നേരിടുന്നു. അയൺമാൻ 3 ടോണി PTSDയുമായി മല്ലിടുന്നത് കാണിക്കുന്നു. തോർ ദ ഡാർക്ക് വേൾഡിൽ മറ്റൊരു ഇൻഫിനിറ്റി സ്റ്റോണായ ഈതറും ഡാർക്ക് എൽഫ്സും രംഗപ്രവേശം ചെയ്യുന്നു. ക്യാപ്റ്റൻ അമേരിക്ക ദ വിന്റർ സോൾജിയറിൽ സ്റ്റീവ് ഹൈഡ്ര എന്ന സംഘടന SHIELDയിലേക്കുള്ള ലിങ്ക് നുള്ളിൽ രഹസ്യമായി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി സ്റ്റാർ ലോർഡ്, ഗമോറ, റോക്കറ്റ്, ഗ്രൂട്ട്, ഡ്രാക്സ് എന്നിവരെ പരിചയപ്പെടുത്തുന്നു. ഇവർ പവർ സ്റ്റോൺ സംരക്ഷിക്കുന്നു. പിന്നീട് അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ വരുന്നു. ടോണി സൃഷ്ടിച്ച ഒരു AI ആയ അൾട്രോൺ മനുഷ്യരാശിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പുതിയ നായകന്മാർ ഉയർന്നു വരുന്നു. വാണ്ട, മാക്സിമോഫ്, വിഷൻ എന്നിവർ. 2015 പുറത്തിറങ്ങിയ ആൻഡ്മാനിൽ സ്കോട്ട് ലാങ് ക്വാണ്ടം റിയൽമിനെ കണ്ടെത്തുന്നു. പിന്നീട് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ അവഞ്ചേഴ്സിനെ ഭിന്നിപ്പിക്കുന്നു. ടോണി സ്റ്റീവിനെതിരെ നിൽക്കുന്നു. ഈ പോരാട്ടത്തിൽ ബ്ലാക്ക് പാന്തർ ചേരുന്നു. സ്പൈഡർമാൻ MCUയിലേക്ക് കടന്നു വരുന്നു. അതേസമയം ഡോക്ടർ സ്ട്രേഞ്ച് മാജിക് പഠിക്കുകയും ടൈം സ്റ്റോണിനെ കുറിച്ച് അറിയുകയും ചെയ്യുന്നു. ഗാർഡിയൻസ് വോളിയം 2 അവരുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നു. സ്പൈഡർമാൻ ഹോം കമ്മിങ് പീറ്റർ പാർക്കർ ഹൈസ്കൂൾ ജീവിതവും നായക ജീവിതവും തമ്മിൽ സന്തുലിതാവസ്ഥ കണ്ടെത്തുന്നത് കാണിക്കുന്നു. തോർ റാഗ്നറോക്കിൽ തോറിന് തന്റെ ചുറ്റികയും അച്ഛനായ ഓഡിനെയും വീടായ അസ്ഗാർഡും നഷ്ടമാകുന്നു. പക്ഷേ എല്ലാ വഴികളും അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ 2018 നയിക്കുന്നു. താനോസ് ഇൻഫിനിറ്റി സ്റ്റോണുകൾ ശേഖരിക്കുന്നു. പ്രപഞ്ചത്തിലുടനീളമുള്ള നായകന്മാരെ അയാൾ തോൽപ്പിക്കുന്നു. വക്കാണ്ടയിൽ വെച്ച് അയാൾ വിരൽ ഞൊടിക്കുന്നു. പ്രപഞ്ചത്തിലെ പകുതി ജീവൻ പൊടിയായി മാറുന്നു. പ്രപഞ്ചം മുഴുവൻ ദുഃഖത്തിലാകുന്നു. ആൻഡ്മാൻ ആൻഡ് ദ വാസ്പിൽ സ്കോട്ട് ക്വാണ്ടം റിയൽമിൽ കുടുങ്ങിപ്പോകുന്നു. ക്യാപ്റ്റൻ മാർവൽ 2019 നിന്നുള്ള ഒരു ശക്തയായ നായികയെ പരിചയപ്പെടുത്തുന്നു. വരാനിരിക്കുന്ന പോരാട്ടത്തിനായി അവൾ തയ്യാറെടുക്കുന്നു. പിന്നീട് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം അവഞ്ചേഴ്സ് സമയത്തിലൂടെ സഞ്ചരിച്ച് സ്റ്റോണുകൾ ശേഖരിക്കുന്നു. അവസാനമായി താനോസിനെ നേരിടുന്നു. അവസാന പോരാട്ടത്തിൽ എല്ലാ നായകന്മാരും തിരിച്ചെത്തുന്നു. ടോണി സ്റ്റാർക്ക് സ്വയം ത്യാഗം ചെയ്ത് പ്രപഞ്ചത്തെ രക്ഷിക്കുന്നു. സ്റ്റീവ് റോജേഴ്സ് തന്റെ ഷീൽഡ് സാം വിൽസണിന് കൈമാറുന്നു. പാർട്ട് 2 അവസാനിക്കുന്നത് ഇൻഫിനിറ്റി സാഗ പൂർത്തിയാക്കിക്കൊണ്ടാണ്. ലോകം സുരക്ഷിതമാണ് തൽക്കാലത്തേക്ക്. പാർട്ട് 3 ദ മൾട്ടിവേഴ്സ് സാഗ 2021 മുതൽ 2025 വരെ. എൻഡ് ഗെയിമിന് ശേഷം ലോകം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നു. എന്നാൽ പുതിയ നായകന്മാർ ഉയർന്നു വരുന്നു. ബ്ലാക്ക് വിഡോ നതാഷയുടെ മറഞ്ഞിരുന്ന കഥ പറയുന്നു. ഷാങ്-ചി 10 റിംഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ദി എറ്റേണൽസ് ഭൂമിയിൽ രഹസ്യമായി ജീവിക്കുന്ന പുരാതന സംരക്ഷകരെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. സ്പൈഡർമാൻ നോവേ ഹോം മൾട്ടിവേഴ്സിനെ തുറന്നുവിടുമ്പോൾ
3 സ്പൈഡർമാൻമാർ വ്യത്യസ്ത ലോകങ്ങളിൽ നിന്നുള്ള വില്ലന്മാർക്കെതിരെ ഒന്നിക്കുന്നു. ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് ബദൽ യാഥാർത്ഥ്യങ്ങളും സ്കാർലറ്റ് വിച്ചിന്റെ ദാരുണമായ പതനവും കാണിക്കുന്നു. ഡിസ്നി പ്ലസിൽ പുതിയ നായകന്മാർ ഉയർന്നുവരുന്നു. വാണ്ടാവിഷൻ യാഥാർത്ഥ്യത്തെ മാറ്റിയെഴുതുന്നു. ലോഗി കാങ് ദ കോൺക്വററിനെ കണ്ടുമുട്ടുന്നു. ഫാൽക്കൺ പുതിയ ക്യാപ്റ്റൻ അമേരിക്കയാകുന്നു. മൂൺ നൈറ്റ്, മിസ് മാർവൽ, ഷീ ഹൾക്ക് എന്നിവർ ഈ പ്രപഞ്ചത്തെ വികസിപ്പിക്കുന്നു. ബ്ലാക്ക് പാന്തർ വക്കാണ്ട ഫോറവർ ടീച്ചല്ലയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും നമോറിനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. ആൻഡ്മാൻ ആൻഡ് ദി വാസ്പ് ക്വാണ്ടമേനിയ പൂർണ്ണമായി കാങ്ങിനെ പരിചയപ്പെടുത്തുന്നു. ഗാർഡിയൻസ് വോളിയം 3 ഗാർഡിയൻസിന്റെ കഥ പൂർത്തിയാക്കുന്നു. ദി മാർവൽസ് ക്യാപ്റ്റൻ മാർവൽ, മോണിക്ക, മിസ് മാർവൽ എന്നിവരെ ബന്ധിപ്പിക്കുന്നു. അടുത്തതായി ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ 2024 പ്രപഞ്ചങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നു. ഇത് അവഞ്ചേഴ്സ്, ദ കാങ് ഡൈനാസ്റ്റി, സീക്രട്ട് വാർസ് എന്നിവയ്ക്ക് വഴിയൊരുക്കുന്നു. പിന്നെ 2025 MCU ഫന്റാസ്റ്റിക് ഫോറിനെ സ്വാഗതം ചെയ്യുന്നു. മാർവലിന്റെ ആദ്യ കുടുംബം, മൾട്ടിവേഴ്സിന്റെ ഗവേഷകർ, അവരാകും ഈ കഥയുടെ ഭാവി രൂപപ്പെടുത്താൻ പോകുന്നത്. 2008 അയൺമാൻ മുതൽ 2025 ഫന്റാസ്റ്റിക് ഫോർ വരെ MCU ലോകത്തിലെ ഏറ്റവും വലിയ സിനിമാറ്റിക് കഥയാണ്.